ചോളകാല ദ്രാവിഡ വാസ്തുവിദ്യയുടെയും അത്ഭുതകരമായ നിർമ്മാണ വൈഭവത്തിന്റെയും ഉത്തമ ഉദാഹരണമായ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കാവേരി നദിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രമാണിത്. പെരിയ കോവിലെന്നും തിരുവുടയാർ കോവിലെന്നും രാജരാജേശ്വര ക്ഷേത്രമെന്നും ദക്ഷിണമേരു എന്നുമൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമന്റെ കീഴിൽ CE 1003 1010 ഇടയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. കൊത്തുപണികളുടെ അത്ഭുത കാഴ്ചകൾ മാത്രമല്ല, അനേകം നിഗൂഢതകളും പ്രത്യേകതകളും കൂടി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും കരിങ്കല്ലിൽ കൊത്തിയ ക്ഷേത്രം എന്ന വിശേഷണവും ഈ ക്ഷേത്രത്തിനുണ്ട്. സങ്കീർണമായ കൊത്തുപണികളുള്ള അനേകം തൂണുകളുള്ള വരാന്തയും ഇവിടെയുണ്ട്. ആ തൂണുകളിൽ ഓരോന്നിലും തട്ടുമ്പോൾ വ്യത്യസ്തമായ സംഗീതം അവയിൽ കേൾക്കാനാകും. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു മകുടമുണ്ട്. ഈ മകുടം ഇന്നും ഒരു അത്ഭുതമാണ്. സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ലഭ്യമല്ലാതിരുന്ന കാലത്ത് ഇത്രയും ഭാരമുള്ള കല്ല് ഗോപുരത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചത് എങ്ങനെയെന്ന് ആശ്ചര്യം തോന്നാം. തഞ്ചാവൂരിൽ നിന്ന് ഏതാണ്ട് 6.5 കിലോമീറ്റർ ദൂരെയുള്ള സരബല്ലം എന്ന സ്ഥലത്ത് നിന്ന് നിർമ്മിച്ച ചരിഞ്ഞ പ്രതലത്തിലൂടെ ആനകളെ ഉപയോഗിച്ചാണ് ഈ ഏകശില ഗോപുരത്തിന് മുകളിൽ എത്തിച്ചതെന്ന് കരുതപ്പെടുന്നു. വർഷത്തിൽ ഒരിക്കൽ പോലും ഉച്ച സമയത്ത് ഈ മകുടത്തിന്റെ നിഴൽ താഴെ വീഴില്ല എന്നത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. 16 അടി നീളവും 13 അടി ഉയരവും ഉള്ള ഏകദേശം 25 ടൺ ഭാരമുള്ള ഏകശിലയിൽ നിർമ്മിച്ച മഹാനന്ദി എന്നറിയപ്പെടുന്ന നന്ദി പ്രതിമയും ഇവിടത്തെ വലിയ ആകർഷണത്തിലൊന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഒന്നാണിത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനെ ഇവിടെ ലിംഗരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 8.5 മീറ്ററോളം ഉയരമുള്ള ഈ ശിവലിംഗം ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ്. ചോള വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ ഈ ക്ഷേത്ര ചുവരുകളിൽ ദക്ഷിണേന്ത്യയിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യത്തിലെ 108 കരണങ്ങളിൽ 81 എണ്ണത്തിന്റെയും ശില്പാവിഷ്കാരമുണ്ട് ഇവിടെ. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി വിവരിച്ചിരിക്കുന്ന കരണങ്ങളാണ് ഇവിടെ ശില്പരൂപത്തിൽ കൊത്തിയിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിൽ ആണിയോ മണ്ണോ സിമന്റോ പോലെയുള്ള ഒന്നും തന്നെയോ ഉപയോഗിക്കാതെ പുരാതന നിർമ്മാണ വൈഭവം വിളിച്ചോതുന്നതാണ് ഈ ക്ഷേത്രഘടന. പരസ്പരം ബന്ധിപ്പിക്കുന്ന കല്ലുകൾ മാത്രമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ അറകളുണ്ട്. എന്നാൽ അവയിൽ പകുതിയിലേറെയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഭൂഗർഭപാതയിൽ വഴിതെറ്റിയാൽ അപകടമുണ്ടെന്നതാണ് ഇതിന് കാരണം.